എന്റെ നാട്ടിൽ ഒരാൾ റോഡിൽ തൂങ്ങി മരിച്ചു. ചില ദിവസം അതിലെ ബൈക്കിൽ പോകുന്നവരെ തള്ളിയിടുമായിരുന്നു. എനിക്ക് ഇതിൽ വലിയ വിശ്വാസമില്ലായിരുന്നുവെങ്കിലും ഇതൊരു കുഴഞ്ഞ ചോദ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നല്ല ചന്ദ്രിക സോപ്പിന്റെ മണം വരുവാന്ന് പുള്ളി പറയും. ചന്ദ്രിക സോപ്പ് തേച്ച് കുളിക്കുന്ന പ്രേതം. കതവടച്ച് കിടക്കാം, കുളിക്കും ആൾക്കാർ. തുറന്നു കഴിഞ്ഞാൽ ചന്ദ്രിക സോപ്പിന്റെ മണം വരും. കപ്പ് ഇങ്ങനെ അനങ്ങും ആ വെള്ളത്തിനകത്ത്. അപ്പൊ എന്താണ്? അപ്പൊ രാത്രിയാവുമ്പോൾ കുളി. അതാ അതിന്റെ ഏറ്റവും വലിയ സംഭവം. ഞാൻ എത്ര മണിക്കാണ്? സ്വാതി തിരുനാളിന്റെ മുറിയിൽ പ്രേതമുണ്ട്. ഈ കുതിരമാളികയിൽ പ്രേതമുണ്ട്. ആത്മാക്കൾ വസിക്കുന്നുണ്ട്. ഇപ്പൊ കുതിരമാളികയിൽ ആ മുറി തുറക്കാറില്ല. ആ വിഷയം തൊടാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ? അല്ല, തൊടണ്ട. പക്ഷെ അത് നമ്മൾ തൊടണ്ട. അങ്ങനെ നിൽക്കട്ടെ. ശരി. ഒരു മുറി ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാണുമല്ലോ. ബന്ധിച്ചതാണോ മുറി? എനിക്ക് സയൻസിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. സയൻസ് മനുഷ്യന്റെ ജന്മത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. മനുഷ്യൻ കണ്ടെത്തുന്നതിലപ്പുറത്തേക്ക് മനുഷ്യനെ കണ്ടെത്തിയ ഒരു ചരിത്രം, ഒരു ഇതിഹാസങ്ങളുണ്ട്. മനുഷ്യനെ എങ്ങനെ കണ്ടെത്തി, പ്രപഞ്ചത്തിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്റെ ഉത്ഭവം ഉണ്ടായത്, ആ മനുഷ്യനിൽ നിന്ന് ഉത്ഭവം ഉണ്ടായതിനു ശേഷമല്ലേ സയൻസ് ഉണ്ടായത്, അല്ലേ? ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഇപ്പൊ ഞാൻ ശ്രീകണ്ഠനാട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പം അതിൽ വയനാട്ടുള്ള ഒരാള് അദ്ദേഹം പറയുന്ന മുഴുവൻ ഇന്നയാളുടെ പുസ്തകത്തിൽ, യൂറോപ്പിലുള്ള ഇന്നയാളുടെ പുസ്തകങ്ങൾ, ഇന്നയാളുടെ പുസ്തകം ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പുള്ളിക്ക് ഒരു അഭിപ്രായമില്ല, പുള്ളിക്ക് ഒരു അനുഭവവും ഇല്ല. അല്ല, നീ അനുഭവത്തിൽ നിന്ന് പറയൂ. നിന്റെ അനുഭവത്തിൽ നിന്ന് നീ തിരിച്ചറിഞ്ഞത്, നീ മനസ്സിലാക്കിയത്, അത് പറയൂ. അത് പറയില്ല. അപ്പൊ സയൻസ് ആയിക്കോട്ടെ, അന്നും നമുക്ക് അതിനകത്തൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഒരാളുടെ ശരികളിലൂടെ ഒരാൾ സഞ്ചരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ ഇവിടെ നിനക്കറിഞ്ഞാത്ത ഇരുട്ടിൽ പതിയിരിക്കുന്ന ഒരുപാട് നിഗൂഢതകളും ആ നിഗൂഢതയ്ക്കുള്ളിൽ ജീർണിച്ച് ഭൂമിയിൽ ലയിക്കാത്ത ഒരുപാട് പ്രേതാത്മാക്കളും നമ്മൾ വിശ്വസിക്കുന്ന, മരണാനന്തര ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന, മോക്ഷമില്ലാതെ സഞ്ചരിക്കുന്ന ആത്മാക്കളെന്ന് വിളിക്കുന്ന ഒരു സാന്നിധ്യം, ഒരു അദൃശ്യ സാമീപ്യ ശക്തി ഉണ്ടെന്നും തിരിച്ചറിയണം. നല്ലതാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് സ്ഥാപിച്ചു തരാനൊന്നും പറ്റില്ല. ഇല്ലേ, നമുക്ക് അങ്ങനെ സ്ഥാപിച്ചു തരാൻ ഇല്ല. അതെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ നാട്ടിൽ ഒരാൾ റോഡിൽ തൂങ്ങി മരിച്ചു. കുറേ വർഷമായി. ചില ദിവസം അതിലെ ബൈക്കിൽ പോകുന്നവരെ തള്ളിയിടുമായിരുന്നു. എനിക്ക് ഇതിൽ വലിയ വിശ്വാസമില്ലായിരുന്നുവെങ്കിലും ഒരിക്കൽ ബൈക്കിൽ വന്നപ്പോൾ എന്തോ വന്ന് എൻ്റെ തലയിൽ അടിച്ചു. എൻ്റെ ബോധം പോയി. പുറകെ വന്ന കാറ് വന്ന് എന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു തൂങ്ങി മരണം നടന്ന സ്ഥലത്ത് ആത്മാവ് ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ വഴിയെ പോകുന്ന ബൈക്കുകളെ അടിച്ചിടുക, തള്ളിയിടുക, ഇങ്ങനെയൊക്കെ അവർ ചെയ്യുമോ? ഇതൊരു കുഴഞ്ഞ ചോദ്യമാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ തള്ളിയിടുക, അടിച്ചിടുക എന്നുള്ളതില്ല. ഇതൊരു പക്ഷേ ഇങ്ങനെ മരിച്ച ഒരാളുണ്ടായിരുന്നു എന്നും, തൂങ്ങി മരിച്ച ഒരാളുണ്ടെന്നും, ആ തൂങ്ങി മരിച്ച ആളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നും ഉണ്ടെന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ അത് കിടന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അദ്ദേഹം പോകുമ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കാം, എന്തെങ്കിലും അദ്ദേഹത്തെ വീഴുന്നതായി തോന്നാം. അത് ഒന്ന്. രണ്ട്, ഈ വിശ്വാസമില്ലാത്തവനെ വിശ്വസിപ്പിക്കാൻ നമ്മളെ റിയൽ പ്രേതാത്മ തലയ്ക്കൊരെണ്ണം കൊടുത്താലും അതും വിശ്വസിക്കാം. രണ്ടും നമുക്ക് ഏതാണെന്നുള്ളത് ഇതെന്റെ ശരിക്കുള്ള സംശയമാണ്. കാരണം ഇപ്പൊ ഞാനിങ്ങനെ ആത്മാവ് ഇല്ല, ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയട്ടെ എന്നൊക്കെ ഞാൻ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുള്ള ആളാണ്. ഇപ്പൊ സ്വാമിയായിട്ടല്ല, അല്ലാതെ പിള്ളേരുമായിട്ടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, ഞാൻ ഇതുവരെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ വന്ന് എന്നെ ബോധ്യപ്പെടുത്തട്ടെ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആത്മാക്കൾ വന്ന് ഇവർക്ക് വിശ്വാസം ഇല്ല, അങ്ങനെ ഇപ്പോൾ വെല്ലുവിളിച്ചല്ലേ എന്ന് വിചാരിച്ച് എന്നെ ഒന്ന് വിശ്വസിപ്പിക്കും. അതിന്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് ഞാൻ നേരത്തെ ചോദിച്ചു. ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എനർജി അലഞ്ഞു നടക്കുന്ന എനർജിയാണ്. ആ എനർജിക്ക് ഒരു ഒളിത്താവളമാണ് ആവശ്യം. അവരുടെ ഒരു താവളമാണ്. അലഞ്ഞു നടക്കുന്ന ആത്മാവിന് ഒരു ഇരിപ്പിടം ഉണ്ടെങ്കിൽ ആ ഇരിപ്പിടം ഈ ദുർബലമായ ഈ ശരീരത്തിലാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ എനർജിയായിട്ട് ചേരുന്നിടത്തേക്ക് അവർ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് സാധ്യതകളാണുള്ളത്. കാരണം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാടുണ്ട്. കാരണം ചെന്നൈയിൽ നിന്ന് ഒരു കുട്ടി, ഒരു കുടുംബക്കാരനെ വിളിച്ചു, ചെന്നൈയിൽ നിന്ന്. ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി പഠിച്ചുകൊണ്ടിരുന്നിട്ട് പുറത്താണ് പൈപ്പ്, അവിടേക്ക് അടിക്കുന്ന പൈപ്പാണല്ലോ. അപ്പോൾ മുറിക്കകത്ത് വെള്ളമില്ലാത്തതുകൊണ്ട് പുറത്ത് നിന്ന് അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പൈപ്പിൽ നിന്ന് മുഖം കഴുകി തിരിഞ്ഞപ്പം വീണ്ടും പൈപ്പ് തന്നെത്താൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെൺകുട്ടി പേടിച്ചു പോയി. അപ്പോൾ പെൺകുട്ടി ധൈര്യമുള്ളത് കൊണ്ടും വിശ്വാസം ഈ ഇത്തരം കാര്യങ്ങളൊന്നും അവിശ്വസിക്കുന്നത് കൊണ്ടും അവിടെ തന്നെ നിന്നു.
അവിടെ തന്നെ നിന്നപ്പോൾ ഇത് തന്നെത്താൻ തന്നെ ഒരാൾ പ്രഷറോടുകൂടി അടിക്കുന്നത് പോലെ തന്നെ അടിക്കുന്ന മാത്രമല്ല ഒരാൾ കുളിക്കുന്ന പോലെയും തോന്നി ആ വെള്ളത്തിൻ്റെ അവിടെ. അപ്പോൾ അതിനുശേഷം കടുത്ത പനി വന്നു. പിന്നെ കുട്ടിക്ക് പഠിക്കാൻ ശ്രദ്ധയില്ലാതായി. അമ്മ എന്നെ വിളിച്ചിരുന്നു, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അമ്മ എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് അവിടെ നിന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുളിക്കുന്ന പോലെ തോന്നി, ഇങ്ങനെ അടിച്ചു, അത് തന്നെത്താൻ തന്നെ അത് വർക്ക് ചെയ്തു, അത് അടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ ഇത് വാടക വീടാണോ? അതെ. നിങ്ങൾ എത്ര കാലമായി? ഞങ്ങൾ 3-4 വർഷമായി ഇവിടെ താമസിച്ചിരുന്നത്. അതിന് മുമ്പ് ആര് താമസിച്ചിട്ടുണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു. അതറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു, അവിടെ ആരാണ് താമസിച്ചിരുന്നത്. നോക്കുമ്പോൾ അവിടെ രാത്രി 2 മണിക്ക് കുളിക്കുന്ന ഒരാളുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ആ സമയത്ത് എല്ലാ ദിവസവും ഇല്ല, ഈ മരണം സംഭവിച്ച ദിവസം ഈ കുട്ടി കുളിക്കുന്ന സമയത്ത് അയാൾ കുളിക്കുന്ന ഒരു ഫീലൂടെ ഉണ്ടായി. അത് നമുക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? ഞാൻ പറഞ്ഞു അതാണ്, അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വീട്ടിലൊരു സുദർശനം, ഒരു ഗണപതിയോ ഒരു സുദർശനം നടത്തിക്കോളൂ. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, അപ്പോൾ നിങ്ങളൊരു അച്ഛനെ വിളിച്ച് വെഞ്ചരിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ സംഭവം ഉണ്ടായില്ല. പിന്നെ ആ സമയത്ത് വീട്ടിൽ നിന്ന് വെളി ഇറങ്ങുകയും വേണ്ട അല്ലേ. അപ്പോൾ എന്താണ് ഈ അസമയം? അസമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മനുഷ്യർ ഉറങ്ങുന്ന ഒരു സമയമുണ്ട്. ആ ഉറങ്ങുന്ന സമയം രാത്രി ഇപ്പോൾ നമ്മൾ ഇത്ര മണി മുതൽ ഇത്ര മണി ഉറങ്ങണം. അതിന് ബ്രഹ്മമുഹൂർത്തം അങ്ങനെയുള്ള മുഹൂർത്തങ്ങളുണ്ട് രാത്രി. ആ സമയങ്ങളിൽ പ്രേതസഞ്ചാരം, പ്രേതങ്ങൾ ഉണരുകയും ഇരുട്ടിലൂടെ സഞ്ചരിക്കുകയും അവരുടെ ലെയറിലൂടെ അവർ സഞ്ചരിക്കുകയും ചെയ്യുന്നൊരു സംഭവമുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ ഉറങ്ങുന്ന മനുഷ്യർ ഉണർന്നിരിക്കുകയും അതാണ് അസമയം എന്നാണ് നമ്മളെ പഴയ ആൾക്കാർ പറയുന്നത്. രാത്രികളിൽ ബൈക്കിലും സ്കൂട്ടറും ഈ വാഹനത്തിൽ യാത്ര ചെയ്തതെന്ന് പറയുന്നത് അദൃശ്യ സാമീപ്യങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. അവരിടിച്ചിട്ട് പോകും. അവർ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ക്രോസ് ചെയ്യാൻ പോയാൽ നമുക്ക് ആപത്ത് സംഭവിക്കുന്നതാണ്. നമുക്കൊരു ഇടി പറ്റും, നമ്മൾ വീഴും, അതെങ്ങനെ വേണമെങ്കിലും വീഴാം. ഇപ്പം എൻ്റെ അടുത്തൊരു റെയിൽവേ, എൻ്റെ പിന്നെ ഒരു നോവലുണ്ട്, സബർമതി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു നോവൽ. അപ്പോൾ അതിലൊരു ഒരു ഡ്രൈവർ എന്നോട് പറഞ്ഞ ഒരു ചെറിയ സ്പാർക്കാണത്. അതും ഇതുപോലെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. സബർമതി എക്സ്പ്രസ്സിനകത്ത് ഒരാൾ വണ്ടി ലെവൽ ക്രോസിൽ പിടിച്ചിട്ടു. ലെവൽ ക്രോസ് അല്ല, ഈ മറ്റേ റെഡ് ലൈറ്റ് വന്നിട്ട് പിടിച്ചിട്ടു. 2ന്റെ നടുവിലാണ്, ആലപ്പുഴ ഭാഗത്തെങ്ങാണ്ടാണ്. അപ്പോൾ പുള്ളിക്ക് അവിടെ ഒരു വീട് കാണാം, ഒരു ലൈറ്റുള്ളൊരു വീട് കാണാം. വണ്ടി നിർത്തി നോക്കുമ്പോൾ ഒരു അമ്മയും കുഞ്ഞുമായിട്ട് ഈ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഏത് തീവണ്ടിയുടെ ലൈറ്റിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പുള്ളി നല്ലവണ്ണം ഈ സമയത്ത് അങ്ങനെ ഒരു കുട്ടി വരാൻ ആത്മഹത്യ ചെയ്യാൻ വല്ല സാധ്യത ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇല്ല, ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അത് ബേസ് ചെയ്താണ് സബർമതി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു നോവൽ എഴുതി. അപ്പോൾ ഈ ഡ്രൈവർ ഇറങ്ങി പോകുന്നുണ്ട്, വണ്ടി എന്തോ വേറെ വണ്ടി ആക്സിഡൻ്റ് ആയതുകൊണ്ട് വണ്ടി 2-3 മണിക്കൂർ താമസിക്കും എന്നുള്ളതപ്പോൾ പുള്ളി ആ വീട്ടിൽ പോയി അന്വേഷിക്കുമ്പം ആ വീടുമായിട്ട് ബന്ധപ്പെട്ടായിട്ടാണ് ഞാൻ നോവൽ എഴുതിയേക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കണ്ടു സ്വാമി, ഒരു കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഒരു കുട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഞാൻ മുമ്പിൽ കണ്ടതാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് ഇതാണ് എന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഇങ്ങനെയൊക്കെ ഉണ്ട് ഭൂമിയിൽ, നമുക്ക് പരിചയമില്ലാത്ത, എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാളിനോട് പറയുകയാണ്, ഒരു വിശ്വാസവും ഇല്ല, ഒന്നിലുമില്ല. ഞാൻ രാത്രി ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു. ഫ്ലാറ്റല്ല, പുള്ളിയുടെ സുഹൃത്തിൻ്റെ ഫ്ലാറ്റാണ്. അപ്പോൾ ഇയാൾ അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞാൽ നീ അവിടെ താമസിക്കണ്ട, ഗുരുവായൂരാണ്. ഞാൻ അവിടെ നിന്നൊന്നും പറയുന്നില്ല. പുള്ളി പറയുന്നത് ഞാൻ കിടന്നുറങ്ങി, ഞാൻ അവിടെ പോയി കിടന്നുറങ്ങി. രാത്രിയാകുമ്പം ഫുള്ള് കുളിയാ, ആരാണ്ടും കുളിക്കുക. ബക്കറ്റ് വെള്ളം നിറയ്ക്കണു, ബക്കറ്റ് വെള്ളം ഒഴിക്കുന്നു, നല്ല ചന്ദ്രിക സോപ്പിന്റെ മണം വരുവാന്നാണ് പുള്ളി പറയുന്നത്. ചന്ദ്രിക സോപ്പ് തേച്ച് കുളിക്കുന്ന പ്രേതം. അപ്പോൾ പുള്ളി പറയണ ചന്ദ്രിക സോപ്പിന്റെ മണം എനിക്കറിയുന്നത്. കഥ അടച്ച് കിടക്കാം, കുളിക്കും ആൾക്കാർ, കുളിക്കുന്ന മണം. ഡോറ് തുറന്നാൽ അതിനിപ്പുറത്തോട്ടില്ല, തുറന്നു കഴിഞ്ഞാൽ ചന്ദ്രിക സോപ്പിന്റെ മണം വരും. കപ്പ് ഇങ്ങനെ അനങ്ങും ആ വെള്ളത്തിനകത്ത്. അപ്പോൾ ഇതെന്താണ്? ഞാൻ പറഞ്ഞിതൊക്കെ നമ്മളെ തോന്നല, നമ്മളങ്ങ് കളഞ്ഞു അത്. ഇതറിഞ്ഞാൽ മറ്റങ്ങനെ വീട് വിൽക്കാൻ പറ്റില്ല. കണ്ടൊരു സ്വാമിയെ പോയി കണ്ട് എൻ്റെ വീടിൻ്റെ വിൽപ്പനയും കൂടെ നശിപ്പിച്ച് അത് വിൽക്കാനിട്ടേക്കാണ്. വിൽക്കാനിട്ടേക്കുന്ന ആൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് ഈ സുഹൃത്ത് താമസിച്ചിട്ട് അങ്ങനെ ഇല്ല എന്ന് വല്ലതും ബോധ്യപ്പെടുത്താനാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ രാത്രിയാവുമ്പോൾ കുളി, അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. ഞാൻ എത്ര മണിക്കാണ് അത് അമ്പലം തുറന്നു? 3 മണി സമയത്തങ്ങാണ്, നിർമ്മാല്യം തുറയുന്ന സമയത്താണ് ഈ കുളി. അപ്പോൾ ഒരു മരണം സംഭവിച്ചു എന്നുള്ളത് കാര്യം ഉറപ്പായിട്ടുള്ള കാര്യം. 3 മണിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലെ ക്രിസ്ത്യൻ പ്രേതങ്ങളും 3 മണിക്ക് ഇറങ്ങുന്നതായും, അതുപോലെ തന്നെ ഇപ്പോൾ സ്വാമി പറഞ്ഞു 3 മണിക്ക് നിർമ്മാല്യം. 3 മണി എന്നൊക്കെ പറഞ്ഞ സമയങ്ങൾ ഒരു വല്ലാത്ത സമയങ്ങളാണ്. അതിന് ഓരോ മുഹൂർത്തങ്ങളുണ്ട്. ഇപ്പം 3 മണിയാണോ പ്രേതം? അങ്ങനല്ല, അത് എനർജി, അത് ഓരോന്നാണ്. അത് ഇന്ന സമയം എന്നുള്ളതില്ല.
നമ്മൾ ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ചില സമയങ്ങളിനകത്ത് ചില ഘട്ടങ്ങളുണ്ട്, ചില സംഭവങ്ങൾ. നമ്മളെപ്പോലുള്ള നോവലിസ്റ്റുകൾ അത് എഴുതുമ്പം ആ രാത്രിയുടെ ഭീകരത വർണ്ണിക്കാനായിട്ട് രാത്രി പകല് തുടങ്ങുന്ന പ്രഭാതം തുടങ്ങുന്നതിന് മുമ്പുള്ള സൂര്യൻ അസ്തമിച്ച് തുടങ്ങുന്ന ഒരു സമയം ആ സമയത്താണ്. സൂര്യനിൽ പ്രഭ ഇങ്ങനെ ഉണരുന്ന സമയമാണ്. ആ ഉണരുന്ന മുമ്പ് ഒരു സൂര്യനൊരു പവറുണ്ട്. ആ പവറിലാണ് അദൃശ്യ സാമീപ്യങ്ങൾ സഞ്ചരിക്കുന്ന സമയം. ആ അദൃശ്യ സാന്നിധ്യങ്ങൾ സഞ്ചരിച്ച് സൂര്യൻ്റെ പ്രഭ ഉണരുന്നതിന് മുമ്പ് ഇത് പോയി ലയിക്കും എവിടെയെങ്കിലും. അതിൻ്റെ അന്നത്തെ ഇരിപ്പിടം എവിടെയാന്ന് വെച്ചാൽ കണ്ടെത്തും. അതുകൊണ്ട് ഞങ്ങൾ എഴുതുമ്പോൾ ആ രാത്രി 3 മണി അല്ലെങ്കിൽ രാത്രി ആ ഇരുട്ടിൻ്റെ ഏറ്റവും കടുത്ത ഭീകരത ഉറങ്ങാൻ തുടങ്ങുന്ന നേരത്തേക്ക് നമ്മൾ എഴുതി തുടങ്ങും. അതെ. ഇനി എൻ്റെ ഒരു സംശയം, നമ്മൾ ഈ രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ കവടിയാർ കൊട്ടാരമുണ്ട്, അതുപോലെ തന്നെ മറ്റ് കുറച്ച് കൊട്ടാരങ്ങളൊക്കെ ഇപ്പോഴും കേരളത്തിൽ അങ്ങിങ്ങായിട്ടുണ്ട്. ഇവിടെ എല്ലാം ഈ മരിച്ചുപോയ ആത്മാക്കളുടെ പ്രേതം. ഇപ്പോൾ കവടിയാർ കൊട്ടാരത്തിലാണെങ്കിൽ സ്വാതി തിരുനാളിന്റെ മുറിയിൽ പ്രേതമുണ്ട്, ഈ കുതിരമാളികയിൽ പ്രേതമുണ്ട്, ആത്മാക്കൾ വസിക്കുന്നുണ്ട്. ഇപ്പോൾ കുതിരമാളികയിൽ ആ മുറി തുറക്കാറില്ല. അതിനകത്തൊക്കെ ഈ പറഞ്ഞ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. അല്ല, ഞാനത് ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ ആ വിഷയം തൊടാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ? അല്ല, തൊടണ്ട. പറയുമ്പോഴും എന്തെങ്കിലും അല്ല, അങ്ങനെയില്ല. അതൊരു പരിഹാരമില്ലാത്ത വിഷയമാണ്. കാരണം ആ വിഷയം ഞാൻ ഗരുഡമാളിക എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്, ഗരുഡമാളിക. അപ്പോൾ ആ നോവൽ എഴുതുമ്പോൾ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടായി. ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമ്മൾ തൊട്ട് കളിച്ച് മറ്റൊന്നായിട്ട് മാറ്റി എഴുതപ്പെടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചില അപകടങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം നമുക്ക് കൈകാര്യം ചെയ്യേണ്ട. അവിടെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന ആൾക്കാരുണ്ട്. അല്ല, അതെന്തറിയോ, മോക്ഷപ്രാപ്തി ഇല്ലാത്ത, ആഗ്രഹങ്ങൾ സബലീകരിക്കാത്ത, ജീവിതം വെടിയുന്നവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്ന ചില സങ്കേതങ്ങളുണ്ട്. അവർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന മുറി, സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന കസേരകൾ, കിടക്ക, ഇതിലെല്ലാം ചില സാന്നിധ്യങ്ങളെക്കുറിച്ചുണ്ട്. നമ്മൾ രാജകൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നത് ഉത്തമമല്ലാത്തത് കൊണ്ടാണ്. കാരണം ഇന്ന് ലൈവായിട്ട് അതിൻ്റെ ബാക്കി തലമുറക്കാർ ജീവിച്ചിരിപ്പുണ്ട്. അതിനെക്കുറിച്ചൊരു കോൺട്രവേഴ്സി വേണ്ടാത്തത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും എന്താണെന്ന്. പക്ഷെ അത് നമ്മൾ തൊടണ്ട, അതങ്ങനെ നിൽക്കട്ടെ. ശരി. ഒരു മുറി ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാണുമല്ലോ. ബന്ധിച്ചതാണോ മുറി? അല്ല, ബന്ധിക്കൂ. ചില കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ ചെയ്തേക്കാം. ചില കൊട്ടാരങ്ങൾ, ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആലുവാമൊഴി എന്ന് പറയുന്ന നോവലിനകത്ത് ഇരണിയാൽ കൊട്ടാരം ഞാൻ പോയി കണ്ടതാണ്. ആ കൊട്ടാരത്തിന്റെ ജീർണത ഞാൻ കണ്ടതാണ്. അപ്പോൾ അതെന്റെ മനസ്സിലേറ്റിയ ഒരു ആഘാതമുണ്ട്. ഞാൻ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്പാർക്കാണ് ഞാൻ ഈ ആലുവാമൊഴി എന്ന് പറഞ്ഞ നോവലിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഇപ്പോഴും ആ കൊട്ടാരമൊക്കെ ഇടിഞ്ഞതാണ്. ഇപ്പം കുറേ ശരിയാക്കി അവിടേക്ക് ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ നമ്മളെ കാണുമ്പോൾ അത് രാത്രി ആ പ്രദേശത്ത് നമുക്ക് പോകാൻ പറ്റും. അത്ര ഭീകരതയാണ് കൊട്ടാരം. ആ ഇരണിയാൽ കൊട്ടാരത്തിൻ്റെ ജീർണതയിൽ നിന്ന് ഒരു എഴുത്തുകാരൻ്റെ മനസ്സിലേക്ക് ആ ജീർണ കൊട്ടാരം ഒന്ന് പതിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഒരു ആശയമാണെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് നല്ലത്. ഉണ്ടാവാം, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ്. പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ വഴിക്ക് വിടുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്കറിയാവുന്ന പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊട്ടാര സദൃശ്യമായ ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ ഒരു പെൺകുട്ടി ആ ഗേറ്റിൽ കവചവും വാളുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പല രാത്രികളിലും കണ്ടിട്ടുണ്ട് സ്വാമി. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു കൊലപാതകം നടന്ന സ്ഥലമാണ്. ഒരു പെൺകുട്ടി ഒരാളെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അവൾ വാളും കവചവുമായിട്ട് നിൽപ്പുണ്ട്. അത് പണ്ട് കൊട്ടാരം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കാലങ്ങളായപ്പോൾ അതൊക്കെ ഇടിച്ച് നിർത്തി വലിയ ഫ്ലാറ്റുകളൊക്കെ വന്നെങ്കിലും അവിടെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഈ സ്ത്രീയെ പലപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എന്നോട് വിളിച്ച് സംസാരിക്കാറുണ്ടല്ലോ. കാരണം ഞാൻ ഈ വിഷയങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തു പോവുകയും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് എഴുതുകയും ഇത്തരം വിഷയങ്ങളിൽ അഗാധമായിട്ട് എനിക്കങ്ങനെ ബോധ്യപ്പെടുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ പോവുക തന്നെ ചെയ്യും. ഏത് പാതിരാത്രി ആണെങ്കിലും അവിടെ പോകും. പിന്നെ പേടിയുണ്ടോയെന്ന് വെച്ചാൽ അതൊക്കെ കാണും. അല്ല, അതൊക്കെ ഉണ്ടല്ലോ. മനുഷ്യൻ്റെ ഭയം മരിക്കുന്നവൻ മനുഷ്യനല്ല. ഭയം എന്ന് പറഞ്ഞ വികാരം എപ്പോഴും മനുഷ്യനുള്ളത് തന്നെയാണ്. അതെ. ഇപ്പോ ചില പാലങ്ങൾ, നമ്മൾ പണ്ട് ചരിത്ര പുസ്തകങ്ങൾ, ചില ബുക്കുകളിൽ പറയുന്നത് പഴയ പാലങ്ങൾ നിർമ്മിക്കുന്നതിന്റെ അടിത്തറ ശക്തമാകാൻ ജീവനോടെ മനുഷ്യരെ അവിടെ കുഴിച്ചിട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാലങ്ങളിൽ നിന്ന് ചാടി മരിക്കുന്ന മനുഷ്യരില്ലേ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ അടിത്തട്ടിൽ ഉറങ്ങുന്ന ഈ മനുഷ്യരുടെ ആത്മാക്കളാണോ? അതാ ഇപ്പൊ തന്നെ ഞാനിപ്പം നമ്മുടെ അടിമാലി മറ്റേ ആ ഭാഗത്തും കണ്ടു പലരും എന്നോട് പറഞ്ഞു, രാത്രി ഒരു പോലീസുകാരൻ നിന്നിട്ട് സ്റ്റോപ്പ് കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസുകാരൻ. അപ്പം പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു പോലീസ് ജീപ്പ് മറിച്ച് 5 പോലീസുകാർ മരിച്ച സ്ഥലമാണ്. പക്ഷേ പലരും അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്
ഞാനവിടെ പോയിട്ടില്ല, ഞാനതുവഴി പോകുമ്പോൾ പാസ് ചെയ്യും. അപ്പോൾ ഞാൻ ഓർമ്മിക്കും എന്നുള്ളതല്ലാതെ അവിടെ ഈ ഒരു പോലീസ് ജീപ്പ് അന്നത്തെ കാലത്ത് കണ്ട ഒരു പോലീസ് ജീപ്പ് പറഞ്ഞ് ഇതിൻ്റെ ഇത് കേട്ടറിവാണ്, കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ പോയി കണ്ടുപിടിക്കാൻ നിന്നാൽ എന്തിന് നമ്മൾ അതിൻ്റെ പുറകെ പോകണം? ഇതങ്ങനെ ഉണ്ടല്ലോ, ഇപ്പം നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അല്ലേ? എല്ലാത്തിനും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അതിൻ്റെ സത്യവും മിഥ്യയൊക്കെ അന്വേഷിച്ച് നമ്മൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട്? നമ്മളിൽ വരുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയാൽ മതിയല്ലോ. നമ്മൾ പോയി കണ്ടുപിടിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ എഴുതാം, പുസ്തകങ്ങൾ എഴുതാൻ പറ്റും, എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എഴുതാൻ പറ്റും എന്നുള്ളത്. അതെ. അപ്പോൾ ഇത്രയധികം സമയം നമുക്കൊപ്പം ഉണ്ടായിരുന്നു. വീണ്ടും നമ്മുടെ ആത്മാക്കൾക്ക് പറയാനുള്ളത് എന്ത്? പ്രേതാന്വേഷണത്തിന്റെ അടുത്ത പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ സ്വാമിയെ അടുത്ത പരമ്പരയിൽ അതിനുള്ള ഉത്തരങ്ങൾ ഉറപ്പായും തരുന്നതായിരിക്കും.